എൻ്റെ പേര് ചിത്തിര. ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 3rd ഗ്രേഡ് ഓവർസിയറായിട്ട് വർക്ക് ചെയ്യുന്നു. തൊടുപുഴയിലാണ് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഹോളിമാത അക്കാദമിയിൽ ആലുവ ബ്രാഞ്ചിലാണ് ആദ്യമായിട്ട് കോച്ചിങ് എടുക്കാൻ വരുന്നത്. സൺഡേ ബാച്ചിനായിരുന്നു ജോയിൻ ചെയ്തിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഷിൻഡോ സാറിൽ നിന്ന് കിട്ടിയ മോട്ടിവേഷനും അതുപോലെ സാറിൻ്റെ ആ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും വളരെ ഇമ്പ്രസ്ഡ് ആക്കി. അപ്പോൾ എന്തായാലും ഹോളിമാതയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെഗുലറായിട്ട് സൺഡേ ബാച്ചിൽ പോകുമായിരുന്നു. ആ സമയത്ത് ഞാൻ ഇലാഹി എഞ്ചിനീയറിംഗ് കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ സൺഡേ ബാച്ചിലാണ് നമുക്ക് പോകാൻ സമയം കിട്ടുള്ളൂ. അപ്പോൾ ഒരു ക്ലാസ് പോലും മുടങ്ങാതെ പോകും. സാറിൻ്റെ ആ ഷോർട്ട് നോട്ട്സ് സാറ് പറയുന്നത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള നോട്ടായിരിക്കും. നമുക്ക് ആ ഒരു നോട്ട് മാത്രം റെഫർ ചെയ്താൽ മതി നമുക്ക് ഒരു എക്സാമിന് അപ്പിയർ ചെയ്യാൻ. അതുപോലെ അവിടെ നിന്ന് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെ ആലുവയിൽ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് സാറ് മൂവാറ്റുപുഴ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നുണ്ടെന്ന് പറയുന്നത്. അവിടെ നിന്ന് കുറേ എൻക്വയറീസ് വന്നിട്ട് മൂവാറ്റുപുഴ ഒരു ബ്രാഞ്ച് തുടങ്ങാമെന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് തൊടുപുഴയിലാണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ നിന്ന് അടുത്താണല്ലോ മൂവാറ്റുപുഴ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ പിന്നെ ഇനി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് സാറ് പറയുന്നത് അവിടെ ക്ലാസ് എടുക്കാൻ കുറച്ച് സ്റ്റാഫിനെ വേണം. അപ്പോൾ ഓൾറെഡി ഞങ്ങളൊക്കെ ടീച്ചിങ് ഏരിയയിലായതുകൊണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാണ്, എന്തായാലും എനിക്ക് PSC ഗവൺമെൻറ് ജോലി നേടിയെടുക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സൺഡേ ബാച്ചിന് മാത്രം പോയി പഠിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് എന്താ പറയുക, എക്സാമിൽ ചിലപ്പോൾ അറ്റൻഡ് ചെയ്താൽ കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ആലോചിച്ചു, എന്നാൽ പിന്നെ കുറച്ച് നാൾ ലീവ് എടുത്ത് ഈ കോച്ചിങ് സെൻറ്ററിൽ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുവിധം എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യും. അതുപോലെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കുമല്ലോ. കുട്ടികൾ ഡൗട്ട് ചോദിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കണമല്ലോ എന്നൊക്കെ ഉള്ളൊരു കൺസേൺ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ ആ സംഭവങ്ങൾ പ്രിപ്പയർ ചെയ്യും. അതുപോലെ ഇലാഹിയിൽ ഞാൻ എൻ്റെ സ്പെഷ്യലൈസേഷൻ സബ്ജക്ട്സ് മാത്രമായിരുന്നു ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഹോളിമാതയിൽ വന്നപ്പോൾ അങ്ങനെ പറ്റില്ല, എല്ലാ സബ്ജക്റ്റും നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ അതൊരു ചലഞ്ചായിട്ട് എടുത്തിട്ട് തന്നെ എല്ലാ സബ്ജക്റ്റും പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നോട്ട്സ് ഉണ്ടാക്കി. പിന്നെ ഷിൻഡോ സാറിൻ്റെ കയ്യിൽ ഒരുപാട് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. അതൊക്കെ റെഫർ ചെയ്തിട്ടും ഒക്കെ അതിനൊന്നും സാറിന് ഒരു മടിയുമില്ല. നമ്മൾ ഏത് ടെക്സ്റ്റ് ചോദിച്ചാലും അപ്പം തന്നെ എത്തിച്ചു തരും. അങ്ങനെ സാറിൻ്റെ വളരെയധികം ഹെൽപ്പോടുകൂടി ആ സമയത്ത് ചാലക്കുടിയിൽ പഠിപ്പിച്ചിരുന്ന അഞ്ജു, അങ്ങനെ എല്ലാവരും ആലുവയിൽ പഠിപ്പിച്ചിരുന്ന രമ്യ മിസ്, അവരുടെയൊക്കെ നോട്ട് കളക്ട് ചെയ്തും അവരൊക്കെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ മൂവാറ്റുപുഴ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അത്യാവശ്യം ഒരു 60-65 പിള്ളേരൊക്കെ ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നല്ല രീതിയിൽ തന്നെ നമുക്കത് ക്ലാസ്സസൊക്കെ എടുത്തു കൊടുക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ കുട്ടികളിൽ നിന്നും നല്ല റെസ്പോൺസ് ആയിരുന്നു. പിന്നെ ഏറ്റവും അധികം ഹെൽപ്ഫുള്ളായിരുന്നത് നമ്മുടെ കൊടുത്ത മെറ്റീരിയലാണ്. ഹോളിമാതയിൽ ഷിൻഡോ സാർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഷോർട്ട് നോട്ട്സും അതുപോലെ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുവരെയുള്ള എല്ലാ പ്രീവിയസ് PSC ക്വസ്റ്റ്യൻസും അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്കും ഉണ്ട്. അതും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ ഉച്ചവരെയുള്ള സമയത്ത് നമ്മൾ ഓരോ സബ്ജക്ട്സും പഠിച്ചിട്ട് അതുമായിട്ടുള്ള റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആഫ്റ്റർനൂൺ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും, കമ്പൈൻ സ്റ്റഡി നടത്തും. അപ്പോൾ ടീച്ചറും കുട്ടികളും എന്നുള്ള രീതിയിലല്ല, ഞങ്ങളെല്ലാവരും സ്റ്റുഡൻസ് ആയിട്ട് ഇരുന്നിട്ടാണ് കമ്പൈൻ സ്റ്റഡി ചെയ്യാറുള്ളത്. ചെറിയ ചെറിയ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ്, ഓരോരുത്തരും അവനവൻ്റെ എന്താ പറയുക ഈസിനെസ് അനുസരിച്ചുള്ള, അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ള കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് പഠിച്ചു. അങ്ങനെ ആ സമയത്ത് വന്ന ആദ്യത്തെ എക്സാംസ് എന്ന് പറഞ്ഞാൽ 3rd ഗ്രേഡിൻ്റെ എക്സാംസ് ആയിരുന്നു. ഹാർബറും PWD ഇറിഗേഷനും അതൊക്കെ. അപ്പോൾ അതിലെല്ലാം എല്ലാവർക്കും തന്നെ അവിടെ ഇരുന്ന് എനിക്ക് തോന്നുന്നു അന്ന് ആ കോച്ചിങ് സെൻറ്ററിൽ പഠിച്ച ഒരുവിധം എല്ലാവരും തന്നെ ആ ഒരു ടെസ്റ്റിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റി ആ എക്സാം. വളരെ മോട്ടിവേഷൻ, എന്താ പറയുക, ഷിൻഡോ സാറിൻ്റെ മോട്ടിവേഷനാണ് നമ്മളെ ഓരോ ദിവസവും ആ ക്ലാസ്സിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു മടിയോ, അതായത് ഇന്ന് ക്ലാസ്സിന് പോകണമല്ലോ എന്നുള്ളൊരു ചിന്തയൊന്നും നമ്മളെ അലട്ടുന്നതേ ഇല്ല. നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തണം, ഇന്ന് പഠിപ്പിക്കേണ്ട ടോപ്പിക്സ് കുട്ടികളെ പഠിപ്പിക്കണം, അതിനുശേഷമുള്ള കമ്പൈൻ സ്റ്റഡി അതൊക്കെ നമ്മൾ നേരത്തെ തലേന്നേ നമ്മൾ മുൻകൂട്ടി കണ്ട് അങ്ങനെ പോയി
പഠനം ഒരു എന്താ പറയുക ഹരമായിട്ട് എടുത്തിരുന്നൊരു കാലഘട്ടമായിരുന്നു അത് അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറും ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഷിൻഡോ സാറ് ഹോളിമാതയിൽ ഒരുക്കി തന്നിരുന്നത്. എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് പഠിക്കാം, ഈവനിങ് ടൈമിൽ കൂടുതൽ വേണമെങ്കിൽ ഇരിക്കാം, അതുപോലെ നേരത്തെ വന്നിരുന്ന് പഠിക്കാം. അങ്ങനെ ഫീസ് എന്ന് പറയുന്ന സംഭവം പറ്റി ലീസ് ബോധേഡാണ് സാറ്. ഏറ്റവും പ്രയോറിറ്റി എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്ത് എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ കയറുക, നല്ല റാങ്കുകളിൽ തന്നെ, അതായത് ജോലി കിട്ടുന്ന തരത്തിലുള്ള റാങ്കിൽ തന്നെ കയറി പറ്റുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് സാറിന് ഉണ്ടായിരുന്നുള്ളൂ. ഫീസ് കൊടുക്കാനില്ലാത്തവർ ഫീസ് വേണ്ടാന്ന് തന്നെ പറയും സാറ്. എന്നാലും നിങ്ങൾ വരണം, ക്ലാസ് അറ്റൻഡ് ചെയ്യണം, മുടങ്ങാതെ പഠിക്കണം എന്നൊക്കെ പറയും. പിന്നെ മെറ്റീരിയൽസ് എനിക്ക് തോന്നുന്നു വേറെ ഒരു കോച്ചിങ് സെൻറ്ററിലും ഇത്രയധികം മെറ്റീരിയൽസ് ക്വസ്റ്റ്യൻ ബാങ്ക് ഒന്നും ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ അവർ അതിനനുസരിച്ചുള്ള ഹൈലി എന്താ പറയുക പെയ്ഡായിരിക്കും. ഒരു കോഴ്സ് ഒരു 3 മാസത്തെ ഒരു 6 മാസത്തെ കോഴ്സിന് തന്നെ ഒരു 25,000 30,000 ഇപ്പോഴത്തെ റേഞ്ച് അറിയില്ല, അത്രയും എമൗണ്ട് ക്യാഷ് വാങ്ങിച്ചിട്ടാണ് അവരിതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സമയത്ത് ഷിൻഡോ സാറിൻ്റെ ഹോളിമാത എന്ന് പറഞ്ഞാൽ നിസ്സാര എമൗണ്ട് ഫീസും കളക്ട് ചെയ്ത് ഇത്രയും മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യും, എല്ലാ നല്ല സ്റ്റാഫും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് ഹോളിമാതയിൽ പഠിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിപ്പോൾ ഒരു ജോലിയിൽ സർക്കാർ ജോലി എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. ഇതുകൂടാതെ എയുടെ റാങ്ക് ലിസ്റ്റിലും ഫസ്റ്റ് ഗ്രേഡിൻ്റെ റാങ്ക് ലിസ്റ്റിലൊക്കെ കയറിക്കൂടാൻ സാധിച്ചു. എയുടെ റാങ്ക് കുറച്ച് വലിയ റാങ്ക് ആയതുകൊണ്ട് തന്നെ അതിൽ ജോലി കിട്ടിയില്ല. എന്നിരുന്നാൽ തന്നെ ഫസ്റ്റ് ഗ്രേഡിൻ്റെ റാങ്ക് ലിസ്റ്റിലുണ്ട്. അപ്പോൾ അത് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ എല്ലാവരും ഹോളിമാത അക്കാദമിയിൽ ഷിൻഡോ സാറ് പറയുന്ന രീതിയിൽ, അതായത് എങ്ങനെയാണോ ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ആക്കേണ്ടത് ആ കറക്റ്റ് വേ ഓഫ് ടീച്ചിങ് ആണ് സാറിൻ്റെ. അപ്പോൾ ഇനിയുള്ള ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും സാറ് പറയുന്ന രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ഹോളിമാതയുടെ എല്ലാ മെറ്റീരിയൽസും റെഫർ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 80% എക്സാമിന് സ്കോർ ചെയ്യാനുള്ള എല്ലാം അതിൽ തന്നെ ഉണ്ട്. ബാക്കി നിങ്ങളുടെ ഹാർഡ് വർക്കിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇനിയുള്ള പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.